ഒരു CPM-ൻ്റെ പല നേതാക്കന്മാരുടെയും ബിനാമിയായിട്ടുള്ള ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് 2022 പാർട്ടിക്ക് കൊടുക്കുകയും അതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് എന്നെ പേഴ്സണലായിട്ടുള്ള ഈ ടാർഗറ്റുകൾ ഇവർ തുടങ്ങിയത്. ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്ത്, അയാൾ കോഴിക്കോട് ഒരു വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഒന്നിലധികം തവണ ഷർഷാദ് ഉന്നയിച്ചിട്ടുണ്ട്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിൻ്റെ മകനൊക്കെ ആയിട്ട് പല നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനേക്കാൾ ഭീകരമാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇനിയും ഷർഷാദിൻ്റെ കയ്യിലുണ്ട്. 2021 പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ 1,80,00,000 രൂപ കള്ളപ്പണമാണ് ഇവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ. പുള്ളിക്കത് കൊണ്ടുനടന്നേ പറ്റും ജീവിതകാലം മുഴുവൻ, അല്ലേ അതും ഇവൻ പണി തരും. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആളും ഈ പി ശശിയുടെ മകനും ഈ രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എൻ്റെ അറസ്റ്റ്. ഭരണാധികാരികൾ, ഭരണകൂടം, ഇവിടുത്തെ പാർട്ടി അവരുടെ മാഫിയ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എറിയുകയും പച്ചത്തെറി വിളിക്കുകയും വിലങ്ങ് വെക്കുകയും ചെയ്യും എന്നാണെങ്കിൽ അത് നടക്കും. നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച വ്യവസായിയായ മുഹമ്മദ് ഷർഷാദിനെ ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ അഴിക്കുള്ളിൽ ആക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. എന്തായാലും ഈയൊരു സാമ്പത്തിക ക്രമക്കേടും അതുകൂടാതെ അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയതിന് പിന്നിലും വൻ ശക്തികളുണ്ട് എന്ന് മുഹമ്മദ് ഷർഷാദ് തന്നെ വ്യക്തമാക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. എൻ്റെ പേര് ഷർഷാദ്, ഞാൻ മലയാളിയാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 31 എന്നെ കേരള പോലീസ് എൻ്റെ ചെന്നൈയിലുള്ള വസതിയിൽ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയും പിന്നെ അതിൻ്റെ തുടർ നടപടിയായി എന്നെ വിലങ്ങ് വെച്ച് ലോക്കപ്പിലിടുകയും പിന്നെ റിമാൻഡ് ചെയ്ത് മീഡിയയുടെ മുമ്പിൽ കൂടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ മീഡിയയും കവർ ചെയ്തും കൊണ്ട് എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് എൻ്റെ ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടായ ചില വിഷയങ്ങൾ വെച്ചും കൊണ്ട് ഞാൻ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്ത് എന്ന് പറയുന്ന ആളും പിന്നെ CM-ൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്ന ആളും എതിരെ ഞാൻ പല പബ്ലിക് പോസ്റ്റുകളും പല മീഡിയയിലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു പൊളിറ്റിക്കൽ ബേസുള്ള ആളൊന്നുമല്ല. പക്ഷേ ഇവർ 2 പേര് ചേർന്ന് ഒരു പത്തനംതിട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു ദല്ലാൾ, അതായത് ഒരു CPM-ൻ്റെ പല നേതാക്കന്മാരുടെയും ബിനാമിയായിട്ടുള്ള ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് 2022 പാർട്ടിക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ കത്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തും കൊണ്ട് തൊട്ട് മുമ്പ് മധുരയിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി കൂടി ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയെ പുറത്താക്കിയത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. അതിൻ്റെ ശേഷമാണ് ഇങ്ങോട്ട് എന്നെ പേഴ്സണലായിട്ടുള്ള ഈ ടാർഗറ്റുകൾ ഇവർ തുടങ്ങിയത്. ഇപ്പം എന്നെ ഈ അറസ്റ്റ് ചെയ്ത കേസ് എന്ന് പറയുന്നത് തന്നെ ഞാൻ ആരുടെ ഒരു കാശോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നുമില്ല. അവർ എൻ്റെ കമ്പനിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എന്നെപ്പോലെ തന്നെ മറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ചെന്നൈയിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 2ാമത്തെ ഡയറക്ടറുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. അപ്പം അവർ FIR-ൽ സെക്കൻഡ് അക്യൂസ്ഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് അവരെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് നിന്നെ മാത്രം മതി. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കൊരു ഒഫീഷ്യൽ കംപ്ലൈൻ്റ് അല്ല. ഒരാളുടെ ഒരു ഇൻവെസ്റ്റർ അവർ ബ്രെയിൻ വാഷ് ചെയ്തും കൊണ്ട് അവരുടെ അടുത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് വാങ്ങി ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്യൂർ സിവിൽ നാച്ചുറലുള്ള ഒരു കേസ്. കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിന് റിട്ടേൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അതിൽ ജുഡിസിഷൻ പറയുന്നുണ്ട്. അഗ്രിമെൻറ്റിൽ ജുഡിസിഷൻ ചെന്നൈയാണ്. പിന്നെ അതേപോലെ തന്നെ അഗ്രിമെൻറ്റിൽ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്, അതും പാലിച്ചിട്ടില്ല. ഇതൊക്കെ ഫോളോ ചെയ്ത് അവസാന സ്റ്റേജിൽ കോടതി പറയുകയാണെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇതൊന്നും ഫോളോ ചെയ്യാതെ ഒരു വാറണ്ടോ ഒരു നോട്ടീസോ ഒന്നും തരാതെ 31-ാം തീയതി കാലത്ത് 8:50 ഒരു സ്വകാര്യ വാഹനത്തിൽ ഡ്രൈവറെ ഹയർ ചെയ്തും കൊണ്ട് കേരള പോലീസ് എൻ്റെ മദ്രാസിലുള്ള ഫ്ലാറ്റിൽ വന്ന് 8:50 ബെല്ലടിച്ചു.
ഞാൻ ഡോറ് തുറന്ന സമയത്ത് വി ആർ ഫ്രം കേരള പോലീസ് എന്നും പറഞ്ഞ് ID കാണിച്ചു. ഞങ്ങളുടെ അടുത്ത് സഹകരിക്കണം, എതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. പക്ഷേ വാറണ്ടൊന്നും എനിക്ക് തരാനോ ഒരു നോട്ടീസോ ഒന്നും തരാനില്ല. പെട്ടെന്ന് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നെ അവർ റെഡിയാകാൻ എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നു. നേരെ അവർ കാറിൽ കയറ്റിക്കൊണ്ട് നേരെ കൊച്ചിയിലേക്ക് വന്നു. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് SI ശ്രീജിത്ത് എന്ന് പറയുന്ന ആളും പിന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരും. അതിൽ കൂടുതൽ ആ കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്കാരും ഈ പെറ്റീഷണർ ഈ പോലീസുകാരെ കൂടെ ഉണ്ടായിരുന്നു മദ്രാസ് വരെ. അവിടുന്ന് പിന്നെ 15 മണിക്കൂറോളം എടുത്തു എന്നെ എറണാകുളം എത്തിക്കാൻ. ഞാൻ രാത്രി 2 മണിക്ക് എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് മീഡിയാസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മുമ്പിൽ വെച്ചും കൊണ്ട് എന്നെ ലോക്കപ്പിൽ അടച്ചു. ലോക്കപ്പിൽ അടിച്ചപ്പം ലോക്കപ്പ് ഈ മീഡിയാസിന് കറക്റ്റ് വിഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവർ ഈ ലോക്കപ്പിൻ്റെ നേരെ മുമ്പിലുള്ള ഈ വിൻഡോൻ്റെ കേർട്ടൺ ഉണ്ട്, ആ കേർട്ടൺ അപ്പ് ചെയ്തിട്ട് ക്യാമറ വെക്കാനുള്ള ഒരു ഫോക്കസ്. അപ്പോൾ അതിൽ തന്നെ ഉദ്ദേശം മനസ്സിലാവുക എന്താണെന്നുള്ളത്. അപ്പോൾ ആ ക്യാമറയിൽ മൂടിക്കിടക്കുന്ന കർട്ടൻ പൊക്കി കൊടുക്കുകയാണ്. പൊക്കിയിട്ട് അവിടെ അവർ ക്യാമറ വെച്ചിട്ട് ഞാൻ ലോക്കപ്പിലാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലോക്കപ്പിലേക്ക് പിന്നെ ഫോക്കസ് ചെയ്തും കൊണ്ട് എന്നെ വീഡിയോസ് എടുക്കുകയാണ്. പിന്നെ തൊട്ടടുത്ത ദിവസം, അതായത് നവംബർ 1, ഉദ്ദേശം ഒരു 12:30 മണി സമയത്താണ് എന്നെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയത്. രാത്രി 2 മണി മുതൽ 12:30 മണി വരെ, തൊട്ടടുത്ത ദിവസം 12:30 മണി വരെ ഞാൻ ലോക്കപ്പിൻ്റെ അകത്തായിരുന്നു. പിന്നെ അവിടുന്ന് പുറത്തിറക്കി നേരെ ആ പോലീസ് സ്റ്റേഷൻ്റെ മെയിൻ ഡോറിൽ കൊണ്ടുവന്നിട്ട്, അപ്പോൾ പുറത്ത് ഈ വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ക്യാമറകളുണ്ട്, അതിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ വിലങ്ങ് വെക്കുകയാണ്. വിലങ്ങ് വെച്ച് അവർ ജീപ്പിലിട്ട് നേരെ കോടതിയിൽ കൊണ്ടുവരുന്നു. കോടതിയിൽ പിന്നെ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് അവർ വിലങ്ങ് അയച്ചു. വീണ്ടും റിമാൻഡ് ചെയ്യപ്പെട്ടപ്പം റിമാൻഡ് ചെയ്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് എന്നെ കസ്റ്റഡിയിലെടുത്തത്. അപ്പം ഈ എക്കണോമിക് ഒഫൻസ് എന്ന് പറയുന്ന കോടതി ശനിയാഴ്ച അവധിയാണ്. അപ്പം മജിസ്ട്രേറ്റ് ഇല്ല. അപ്പോൾ ഇൻചാർജ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ബെയിൽ തരാൻ പറ്റില്ല. കാരണം അഡ്വക്കേറ്റ് അപ്പം തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരുന്നു. അവർ പറഞ്ഞു ഞാൻ റിമാൻഡ് ചെയ്യാണ്, നിങ്ങൾ മൺഡേ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൺഡേ മറ്റേ കോടതി ഓപ്പൺ ആയപ്പം ബെയിൽ കേൾക്കുകയും ചൊവ്വാഴ്ച ജഡ്ജ്മെൻറ്റിന് വെക്കുകയും ചെയ്തു. പക്ഷേ ചൊവ്വാഴ്ച മജിസ്ട്രേറ്റ് ഒരു പേഴ്സണൽ ലീവായത് കാരണം ബുധനാഴ്ച കാലത്ത് ഫസ്റ്റ് കേസ് എന്നുള്ള രീതിയിൽ തന്നെ ജഡ്ജ്മെൻറ്റ് എനിക്ക് ബെയിൽ കിട്ടുകയും ചെയ്തു. ഞാൻ ബുധനാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം. ഞാൻ ആ സെല്ലിൻ്റെ അകത്തുണ്ടായ സമയത്ത് ഒരുപാട് ഫിനാൻഷ്യൽ കേസുകളിൽ പെട്ട ആൾക്കാർ അവിടെ ഉണ്ട്, ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ 15-20 ദിവസമായിട്ട് അകത്ത് കിടക്കുകയാണ് ജാമ്യം കിട്ടാതെ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടി എന്നുള്ളത് തന്നെ ആ കേസിന് വളരെ വ്യക്തമായ അതൊരു ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാകും. ഇപ്പം നമ്മൾ അതിൻ്റെ ഫർദർ സ്റ്റെപ്പായിട്ട് കേസുകൾ ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹം ഈ പല നേതാക്കന്മാരെ ഞാൻ മുമ്പ് ആരോപിച്ചിട്ടുണ്ട്, പല മീഡിയ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മീഡിയയിൽ അവൈലബിൾ ആണ്. ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിൻ്റെ മകനൊക്കെ ആയിട്ട് പല നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു എഫക്റ്റായ ആളാണ് ഞാൻ. അതിലെൻ്റെ കുടുംബത്തിന് എഫക്റ്റ് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ, ഒരു സമൂഹദ്രോഹി എന്നുള്ള ആളെ തുറന്നു കാണിക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെ പാർട്ടി കോൺഗ്രസ്സിൽ എന്തുകൊണ്ട് പാർട്ടി കോൺഗ്രസ് അവരെന്നെ പറയുന്നുണ്ട്, പാർട്ടി കോൺഗ്രസിൻ്റെ ചരിത്രത്തിലാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിൻ്റെ മുമ്പ് ഒരു പ്രതിനിധിയെ പുറത്താക്കുന്നത്. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നെ പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് വരെ പക്ഷേ പാർട്ടി അവനെ തള്ളിപ്പറയാനും തയ്യാറില്ല. കാരണം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ പെടും. കാരണം അത്രയും ആൾക്കാരുടെ പല കാര്യങ്ങളും ഇവൻ്റെ കൈവശമുണ്ട്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പരാതിക്കാരെന്ന് പറയുന്നത് ഞങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി, ഒരു ബ്രാൻഡ് ന്യൂ SUV മഹീന്ദ്ര 700 ബ്രാൻഡ് ന്യൂ, ഒരു 10-15 ദിവസമേ ആ വണ്ടിക്ക് പഴക്കമുള്ളൂ. കേരള 8 രജിസ്ട്രേഷനാണ്. അങ്കമാലിയിലെത്തിയപ്പം SI 5000 രൂപ മറ്റേ വാടകയ്ക്കെടുത്ത ഡ്രൈവർക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യണം. കാരണം അവൻ അങ്കമാലിക്കാരനാണ്. അപ്പോൾ അവനോട് പറഞ്ഞു നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഞങ്ങൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തോളാം. അവനപ്പോൾ 5000 രൂപ കൊടുത്ത് അവനെ സെറ്റിൽ ചെയ്ത്. ഇതൊക്കെ കാശ് വിടുന്ന പോലീസുകാർക്ക് ഇങ്ങനെയാണ് ഒരു പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കാശ് കൊടുക്കുന്നുണ്ടോ ഗവൺമെൻറ്? അപ്പോൾ ഈ പ്രൈവറ്റ് വണ്ടിയിൽ വന്ന് അറസ്റ്റ് ചെയ്തു. ഡ്രൈവർ വാടകയ്ക്ക് എടുത്തതാണ്, അവനെ അങ്കമാലി വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനാണ് വണ്ടി ഡ്രൈവ് ചെയ്തത്. കൂടെ ഈ 2 പെറ്റീഷണേഴ്സും ഉണ്ടായിരുന്നു കാറിൽ. പെറ്റീഷണേഴ്സ് നിയമപരമായിട്ട് എനിക്കറിയില്ല, നിയമപരമായിട്ടൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പെറ്റീഷണേഴ്സ് സാധാരണ കൂടെ പോകാറുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. 40 ലക്ഷം എന്ന് പറയുന്നത് ഒരു സ്റ്റേജല്ല, പല സ്റ്റേജുകളിലായി 2023 മുതൽ ഇങ്ങനെ പല സ്റ്റേജുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ്. 2024 മദ്യം വരെ അവർക്ക് റിട്ടേൺസ് പോയിട്ടുണ്ട്. അതൊക്കെ കോടതിയിൽ കാണിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ജാമ്യം കിട്ടിയത്.
അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ റിട്ടേൺസ് ആവുന്നേ ഉള്ളൂ. അവർക്ക് അതിനാണെങ്കിൽ അതിന് നിയമപരമായിട്ട് നോട്ടീസ് തരാം, അഡ്വക്കേറ്റ് ലീഗൽ നോട്ടീസ് അയക്കാം. ഞങ്ങൾ കൊടുത്ത് കമ്പനി തിരിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ഇല്ല, കമ്പനി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആര് പറഞ്ഞു പൂട്ടിന്ന്? വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയിൽ പല ബിസിനസ്സുകളും നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ മീഡിയയിൽ കണ്ടു, ഞാൻ തട്ടിപ്പിനായിട്ടുണ്ടാക്കിയ കമ്പനി, തട്ടിപ്പിനായിട്ടുണ്ടാക്കിയ കമ്പനി എന്നല്ല, ഈ പെൻഡ എന്ന് പറയുന്ന കമ്പനി സ്ഥാപിക്കുന്നത് 2008 2008 അത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് വന്നു. പിന്നീട് അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് മാറി. അതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് പെൻഡ മാർക്കറ്റിംഗ് എന്നാണ് പാരന്റ് കമ്പനിയുടെ പേര്. പിന്നെ പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ സർവീസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് വേറൊരു കമ്പനി തുടങ്ങി. 2008 മുതലുള്ള ഡാറ്റകൾ ROCയിൽ അവൈലബിൾ ആണ്. കാരണം ഞങ്ങൾ വർഷാവർഷം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കമ്പനിയാണ്. ഈ 24-25 സാമ്പത്തിക വർഷത്തിൻ്റെ അത് പോലും ഫയൽ ചെയ്തിട്ടുണ്ട്. ഷർഷാദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദുരൂഹമായൊരു അവതാരം. അയാളുടെ പേര് രാജേഷ് കൃഷ്ണ എന്നാണ്. അയാളും കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത്, മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക്, ശ്രീരാമകൃഷ്ണൻ, P ശശി, ഈ 4 പേരുമായി അനധികൃതവും നിയമവിരുദ്ധവുമായ ഒരുപാട് ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ് രാജേഷ് കൃഷ്ണ. ആ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഈ ഷർഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിസിനസ്സുകാരൻ പാർട്ടി കോൺഗ്രസിൽ അശോക് ധാവളെ അല്ലേ, പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള അശോക് ധാവളയ്ക്ക് പരാതി കൊടുക്കുകയും ആ പരാതി പരിഗണിച്ച് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പ്രത്യേകം യോഗം ചേരുകയും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ദുരൂഹ കഥാപാത്രമാണ്, അയാൾ അനധികൃത ഇടപാടുകൾ നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മധുരയിൽ പോലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് ഒരു നിഷേധക്കുറിപ്പും ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്ന് അതിനു മുമ്പുമൊക്കെയായി ഇവരുടെ ഈ അനധികൃത ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കത്തുകൾ ഈ ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്കൊക്കെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്ത് രാജേഷ് കൃഷ്ണ ഇയാൾക്കെതിരെ കൊടുത്ത ഒരു മാനനഷ്ട കേസിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ആ കത്ത് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്താണ്. ആ കത്ത് എങ്ങനെയാണ് ഇയാളുടെ എതിർകക്ഷി കോടതിയിൽ ഹാജരാക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ വന്നു. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഇയാളുടെ അനധികൃതമായിട്ടുള്ള ബന്ധം, അതിൽ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ, പാർട്ടി നേതാക്കന്മാർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാംജിത്ത്, അയാൾ കോഴിക്കോട് ഒരു വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഒന്നിലധികം തവണ ഷർഷാദ് ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഷർഷാദിൻ്റെ അടുത്ത് EP ജയരാജൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ എന്താ വഴി എന്ന് ഷർഷാദിൻ്റെ അടുത്ത് ചോദിച്ച ഓഡിയോ സന്ദേശം ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഷർഷാദ് നിരന്തരമായി ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനേക്കാൾ ഭീകരമാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇനിയും ഷർഷാദിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഷർഷാദിനെ ചെന്നൈയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തത്. അതിനകത്ത് കടുത്ത നിയമവിരുദ്ധതകൾ പലതുമുണ്ട്. അതിലൊന്ന്, അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പോലീസുകാർ വന്നത് പരാതിക്കാരുടെ വാഹനങ്ങളിലാണ്. അത് കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. പുതിയൊരു വാഹനത്തിലാണ് വന്നത്. 1. 2, ഷർഷാദിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അത് ഷർഷാദ് പറഞ്ഞ പോലെ സിവിൽ കേസാണ്. അത് ചെന്നൈയിലാണ് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ. അതിനൊരു കാരണവശാലും പരാതി എടുത്ത് അന്വേഷിക്കാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ. വന്നപ്പോൾ വാറണ്ടില്ല, നോട്ടീസില്ല, ഷർഷാദിനെതിരെ കൊടുത്ത FIRകളും ഇല്ല. എന്നിട്ട് ഷർഷാദിനെ അവിടുന്ന് വണ്ടി കയറ്റുന്നു. പോണ വഴി ഷർഷാദ് പറയുന്നു എൻ്റെ 2ാം പ്രതിയുടെ വീട് അതാണെന്ന് പറഞ്ഞപ്പം ആ പ്രതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിന്നെ മതി എന്ന് പറയുകയും ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ SI അവിടുന്ന് ഇവിടം വരെ പച്ച പുലഭ്യം പറഞ്ഞു കൊണ്ടിട്ടാണ് ഇയാളെ അവിടെ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്നിട്ട് അയാളെ ലോക്കപ്പിലേക്ക് തള്ളുകയാണ്. എന്നിട്ട് കട്ടൻ പൊക്കി കൊടുക്കുകയാണ് പത്രക്കാർക്ക് ഇതെടുക്കാൻ. അവരത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ സാധു മനുഷ്യനെ ഒരു കൊലക്കേസിലെ കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയും ഒരു ഭീകരാക്രമണ കേസിൽ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെയും വിലങ്ങ് വെക്കുകയാണ് കേരള പോലീസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലങ്ങ് വെക്കുന്നത്?
എന്നിട്ട് ആ വിലങ്ങ് വെച്ചത് കേരളത്തിലെ മുഴുവൻ ചാനലുകൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്താണ് ഇയാൾ ചെയ്ത കുറ്റം? ഇയാൾ ചെയ്ത കുറ്റം CPM-ന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളുടെ മാഫിയ ബന്ധങ്ങൾ ഇയാൾ പുറത്തു കൊണ്ടുവന്നതിന് എതിരായിട്ടുള്ള പക തീർക്കാൻ വേണ്ടി ഇയാളെ കൊലക്കേസിലെ കുറ്റവാളികളെ ചെയ്യുന്നത് പോലെ വിലങ്ങ് വെച്ചിട്ട് കൊണ്ടുപോവാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ വിലങ്ങ് വെക്കുന്നത്? അറസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ജയിലിലിടാം, പക്ഷെ വിലങ്ങ് വെക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇയാൾ ചോദിച്ചു എന്താണ് വിലങ്ങ് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സാറേ ഞങ്ങളെ ഒന്നും പറയരുത്, ഞങ്ങൾക്ക് മോളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഭരണാധികാരികൾ, ഭരണകൂടം, ഇവിടുത്തെ പാർട്ടി അവരുടെ മാഫിയ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എറിയുകയും പച്ച തെറി വിളിക്കുകയും വിലങ്ങ് വെക്കുകയും ചെയ്യും എന്നാണെങ്കിൽ അത് നടക്കില്ല, അത് അംഗീകരിക്കില്ല. പിന്നെ ഷർഷാദിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ നിയമവിരുദ്ധ നടപടികൾ സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ ഷർഷാദിൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളുണ്ട്. അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഷർഷാദിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. തോമസ് ഐസക്കൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, തോമസ് ഐസക്കിൻ്റെ കാര്യം മാത്രം എനിക്കൊന്ന് ഷർഷാദ് ഒന്ന് പറയും, ഞെട്ടിപ്പോകും നമ്മൾ തോമസ് ഐസക്ക് ചെയ്ത കാര്യം കേട്ടാൽ. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ഈ പൊളിറ്റ് ബ്യൂറോയുടെ കത്ത് ചോർച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനന്ന് നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ സ്വദേശം ന്യൂമായി പഞ്ചായത്തിലാണ്. അവിടെ എൻ്റെ ഒരു കുടുംബസംഗമം നടക്കുന്ന സമയത്ത് അവിടെ മീഡിയ വന്നിട്ട് എൻ്റെ ബൈറ്റ്സൊക്കെ എടുത്തു, ഒരുപാട് വീഡിയോകളൊക്കെ വന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്നെ തുടർച്ചയായിട്ട് കൊല്ലം, പത്തനംതിട്ട, അതേപോലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുള്ള ഓരോരുത്തർ പഴയ ഇൻ്റർനെറ്റ് കോളുകളും പല നമ്പറുകളിൽ നിന്നും എന്നെ വിളിച്ചിട്ട് ഈ ഗോവിന്ദമാഷ മകൻ്റെ കാര്യം ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശം അതല്ല, നിങ്ങളെ പാർട്ടീൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ ഞാൻ വന്ന് തലവെച്ച് തരാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ, എൻ്റെ ബിസിനസ്സും കാര്യങ്ങളിലും ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയ ഒരുത്തനെ പുറം ലോകത്ത് തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പാർട്ടിയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ അകത്തൊന്നും ഞാൻ തലവെച്ച് തരാൻ ഞാൻ ആളല്ല. അപ്പോൾ അത് കാണിച്ചും കൊണ്ട് ഇത് ശല്യം സഹിക്ക വഴിയാതായപ്പം ഇപ്പം സാറ് പറഞ്ഞതുപോലെ EP ജയരാജൻ്റെ പേര് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. അയാളെ നോക്കുമ്പോൾ അയാൾ പഴയ കണ്ണൂർ ജില്ലയുടെ ജില്ലാ സെക്രട്ടറി, DYFIയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയ ആളാണ്, പ്ലാനിംഗ് കമ്മീഷൻ ബോർഡ് മെമ്പറാണ്. അയാളെ പ്രൊഫൈൽ സെർച്ച് ചെയ്തപ്പം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി ജീവിക്കുകയാണ്. അങ്ങനെയുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ഈ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ ഞാൻ 22 സെപ്റ്റംബറിന് ഞാൻ CM-ന് പരാതി അയച്ചു, ഒരു ഇമെയിൽ മുഖേന, ഒരു 3 പേജുള്ള പരാതി. ഈ കത്ത് ചോർച്ച വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഇന്ന്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഈ FIR ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നത് ഒക്ടോബർ 15-നാണ്, അറസ്റ്റ് ചെയ്യാൻ വരുന്നത് 30-ന്. അവർക്കൊരു നോട്ടീസ് തരാനുള്ള സാവകാശമുണ്ട്. 22-ന് ഞാൻ മെയിൽ അയക്കുന്നു, ഒക്ടോബർ 15-ന് FIR രജിസ്റ്റർ ചെയ്യുന്നു, 31-ന് അറസ്റ്റ് ചെയ്യാൻ വരുന്നു. ഇത്രയും കാര്യമാണ്. പിന്നെ തോമസ് ഐസക് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ കമ്പനിയുടെ ഒരു ഫെഡറൽ ബാങ്കിലെ ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ അനധികൃതമായിട്ട് പുള്ളി ഇടപെട്ടിട്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. അതിലൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് ഞാൻ ഷെയർ ചെയ്യും അത്. അപ്പോൾ അതിൽ 100% 300% സെക്യൂരിറ്റി ഉള്ള ഒരു ലോണാണ്. സർഫാസി നിയമപ്രകാരം ഇപ്പോൾ ആ ലോണ് ക്ലോസ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്നല്ലാതെ ലോണ് ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ നിയമവശങ്ങൾ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഫെഡറൽ ബാങ്കിൽ ചോദിക്കുമ്പോൾ അവർക്കത് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചിട്ട് പോലും അവർക്ക് അതിന് റെസ്പോൺസ് തരാൻ പറ്റുന്നില്ല. കാരണം രാജേഷ് കൃഷ്ണയുടെ സമ്മതപ്രകാരമാണ് ഈ ലോണ് ക്ലോസ് ചെയ്തിട്ട് ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എമൗണ്ടിനെ കട്ടിയും 200% കൊളാട്രലുള്ള ലോണാണ്. അപ്പം സർഫാസി നിയമത്തിൽ പറയുന്നത് കൊളാട്രലുള്ള ലോണുകൾ ഒരു കാരണവശാലും എഴുതിത്തള്ളാനോ ഈ ഡിസ്കൗണ്ട് സെറ്റിൽമെൻറ്റ് കൊടുക്കാനോ പാടില്ലാന്ന്. കാരണം ബാങ്കിൻ്റെ കയ്യിൽ കൊളാട്രലുണ്ട്. പക്ഷേ 1,27,00,000 രൂപയോളം എഴുതിത്തള്ളിക്കൊണ്ടാണ് ആ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് അനധികൃതമായിട്ട്. അനധികൃതം എന്ന് പറയാൻ കാരണം, ലോണിൻ്റെ വിഷയം പറയാൻ കാരണം, ആ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പല അക്കൗണ്ടുകളിൽ നിന്ന് അതിലേക്ക് ആ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ഈ ക്യാഷ് ഡെപ്പോസിറ്റുകൾ വരുമ്പോൾ, ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ് ഞാൻ, എനിക്ക് SMS അലേർട്ട് ഉണ്ടായിരുന്നു. ഈ SMS അലേർട്ട് വരെ ഇവർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ അക്കൗണ്ടിലേക്ക് ഈ കാശും ഡെപ്പോസിറ്റുകൾ ഇങ്ങനെ അടച്ചിട്ട് ആ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് പോയത്. അപ്പോൾ അതിൽ 1,27,00,000 രൂപ 300% കൊളാട്രൽ ഗ്യാരണ്ടിയുള്ള ഒരു ലോണിന് ഏതെങ്കിലും ഒരു ഈ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു പുള്ളി. അപ്പോൾ ഇതേപോലെ പുള്ളി തന്നെ കഴിഞ്ഞ ഈ കത്ത് ചോർച്ച വിഷയത്തിൽ ഫെഡറൽ ബാങ്കിൽ ഞാൻ വിളിച്ചത് സത്യമാണെന്നുള്ളത് പുള്ളി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളുടെ അടുത്ത് കാണും. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര പേർക്ക് ഇതേപോലെ ഇങ്ങനെ എഴുതി തള്ളി കൊടുത്ത് കാണും. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര വലിയ താല്പര്യം അതിലുള്ളത്? അപ്പോൾ കാരണം രാജേഷ് കൃഷ്ണയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആ ലോണുമായിട്ടുണ്ട്.
അപ്പോൾ അതിന് പുള്ളിക്ക് ആ ഡോക്യുമെൻ്റ് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പബ്ലിക് മണിയായ 1,27,00,000 രൂപ അനധികമായിട്ട് എഴുതി തള്ളിയിട്ട് ആ ലോൺ ഡോക്യുമെൻറ്റ്സ് എടുത്ത് പോയത്. എന്നിട്ട് ആ ലോൺ ഡോക്യുമെൻറ്റ്സ് വെച്ചും കൊണ്ട് രാജേഷ് കൃഷ്ണ മറ്റു പല ബാങ്കിലും മറ്റു പല ലോണുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സിനിമ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇതായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൽ തോമസ് ഐസക് സാറിനെ ഞാൻ അന്ന് പറഞ്ഞതിനെതിരെ പുള്ളി വക്കീൽ നോട്ടീസൊക്കെ അയച്ചിരുന്നു. അതിനെതിരെ എനിക്ക് 2 വക്കീൽ നോട്ടീസാണ് വന്നത്, പാർട്ടി സെക്രട്ടറിയുടേതും തോമസ് ഐസക്കിൻ്റെതും. പക്ഷേ തോമസ് ഐസക്കിൻ്റെതിന് ഞാൻ വക്കീൽ നോട്ടീസിന് റിപ്ലൈ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അത് റിപ്ലൈ അർഹിക്കാത്തൊരു നോട്ടീസാണ്. കാരണം പുള്ളി എന്നെ സമ്മതിച്ചു ഞാൻ ബാങ്കിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത്. പാർട്ടി സെക്രട്ടറി തന്ന നോട്ടീസിന് വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളുടെ മകൻ, ഈ മകനായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പം പുള്ളി ആ സമയത്ത് സെക്രട്ടറി അല്ല. അപ്പം ഇപ്പം സെക്രട്ടറി ആയത് ആ സെക്രട്ടറിയിലേക്ക് വരുന്നു, അത്രമാത്രം. ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോ എന്ന് എനിക്ക് ദവാളെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അതായത് ഞാൻ ഈ കത്ത് 2022 കോടിയേരിക്ക് കൊടുത്ത സമയത്ത് അന്ന് കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പുള്ളി ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തി പാർട്ടിയിൽ നിന്ന്. പക്ഷേ കോടിയേരിൻ്റെ മരണത്തിൻ്റെ ശേഷം മാഷ് സെക്രട്ടറി ആവുകയും മാഷിൻ്റെ മകൻ്റെ ആ ഒരു ഇടപെടൽ കാരണം വീണ്ടും പാർട്ടിയിൽ ഇദ്ദേഹം ആക്റ്റീവായി വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ശേഷം ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഇപ്പം പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടൻ ഘടകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് വരുന്നത്. പുള്ളി ഇപ്പോഴും അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും. അപ്പം അവിടുന്ന് ഉള്ള റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുമ്പോൾ അവിടുന്ന് കുറേ മലയാളികൾ എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും തടയണം, ഇവൻ ഭയങ്കര ഫ്രോഡാണ്, അവിടെ ഒരു കുറി കമ്പനി നടത്തിയിട്ട് പല ആൾക്കാരെയും ലക്ഷങ്ങൾ പറ്റിച്ചിരിക്കുകയാണ്. ഈ കുറിയിൽ കാശിങ്ങനെ വെക്കും, പക്ഷേ കാശ് ഒരിക്കലും കിട്ടില്ല. അങ്ങനെ പല കംപ്ലൈൻറ്റുകൾ ഇവനെ പറ്റി വന്നപ്പോൾ ഞാൻ തമിഴ്നാട്ടിലുള്ള ഒരു കോൺടാക്ട് മുഖേനയാണ് പോളിറ്റ് ബ്യൂറോനെ ബന്ധപ്പെടുന്നത്. അങ്ങനെ ബന്ധപ്പെട്ടു. പോളിറ്റ് ബ്യൂറോയിൽ അവർ കേട്ടു. അവിടെ ഒരു അടിയന്തര യോഗം ചേർന്നു സമ്മേളനത്തിൻ്റെ തൊട്ട് തലേന്ന്. അതിൽ ഏഷ്യാനെറ്റിൽ ഒരു വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, പ്രകാശ് കാരട്ട് ആ യോഗത്തിൽ ഇവനെപ്പറ്റി പറഞ്ഞത് ഈസ് എ ഫ്രോഡ്. അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളിനെ അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കണം എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നത്. ഇപ്പം ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനോരമ ആഴ്ചപ്പതിപ്പിൽ ഈ പുതിയ വീക്കിലിയിൽ ഞാൻ ഈ ആഴ്ചപ്പതിപ്പിൽ ഒരു വാർത്ത കണ്ടു, പുള്ളിയുടെ ആർട്ടിക്കിൾ. മനോരമ പോലത്തെ ഒരു മാഗസീനൊക്കെ പുള്ളിൻ്റെ ആർട്ടിക്കിളൊക്കെ എഴുതാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിലെ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പത്രപ്രവർത്തന സ്ഥാപനം ഇവനെ പറ്റിയുള്ള ഫ്രോഡുകളുടെ ആർട്ടിക്കിളിൽ എഴുതാന്ന് പറഞ്ഞു എത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതാണ് എനിക്ക് ആലോചിക്കുന്നത്. കാരണം ഇവൻ്റെ എല്ലാ കളികളും അറിയാം. 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആളാണ് പുള്ളി. ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആളാണ്. ഇന്ന് അവിടെ കോടികളുടെ പ്രോപ്പർട്ടി, പല പല കമ്പനികൾ, ഇതൊക്കെ ഞാൻ CM കൊടുത്ത കംപ്ലൈൻറ്റിലുണ്ട്. പല പല കമ്പനികളിൽ പതിനായിരക്കണക്കിന് പൗണ്ടുകളുടെ ടേൺ ഓവറാണ് നടക്കുന്നത്. ഒരു ബിസിനസ്സും ഇല്ല, പക്ഷേ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 10,000 പൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുക ബ്രിട്ടനിൽ. കംപ്ലീറ്റ് പുറത്തുനിന്ന് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. എവിടെ നിന്നാണ് ഈ കാശിവിന് വരുന്നത്? ഇപ്പം പാട്രിയറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം മമ്മൂട്ടിനെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് ഇദ്ദേഹത്തിനെ തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം 2021 പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ 1,80,00,000 രൂപ കള്ളപ്പണമാണ് ഇവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ. പുള്ളിക്കത് കൊണ്ടുനടന്നേ പറ്റും ജീവിതകാലം മുഴുവൻ, അല്ലേ അതും ഇവൻ പണി തരും. മദ്രാസിലുള്ള മമ്മൂട്ടിയുടെ ഒരു പ്രോപ്പർട്ടി, ഒരു ലിറ്റിഗേഷനുള്ള പ്രോപ്പർട്ടി, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം വെച്ചും കൊണ്ട് ആ പ്രോപ്പർട്ടി സെറ്റിൽമെൻറ്റ് കൊടുക്കേണ്ട ആൾക്ക് സെറ്റിൽമെൻറ്റ് കൊടുക്കാതെ ഒരു ഫാമിലി പ്രോപ്പർട്ടി, അതിൽ ഒരാളുടെ മക്കൾക്ക് മാത്രം സെറ്റിൽമെൻറ്റ് കൊടുത്തും കൊണ്ട് ബാക്കി ആൾക്കാർക്ക് സെറ്റിൽമെൻറ്റ് കൊടുക്കാതെ ഡോക്യുമെൻ്റ് മമ്മൂട്ടിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട്. അങ്ങനെ പല കേസുകളുണ്ട്. ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും. പി ശശിൻ്റെ മകനും ഇപ്പം ഇന്നലെ കിട്ടിയ എനിക്കൊരു ഇൻഫർമേഷനാണ്. പി ശശിൻ്റെ മകൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആളും ഈ രാജേഷ് കൃഷ്ണയും കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഒരു ഓഫീസുണ്ട്, ഇവരെ പ്രൊഡക്ഷൻ കമ്പനി ഓഫീസ്. അവിടെ ഇരുന്നും കൊണ്ട് ഗൂഢാലോചന നടത്തി എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തി. അവിടെ നിന്നാണ് ഇവർ ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതെന്നുള്ളത് ഇന്നലെ ഞാൻ DGPയെ കണ്ട് പുറത്ത് ഇറങ്ങുന്ന സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത്. ഇന്നലെ DGPയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ അറസ്റ്റിൻ്റെ വളരെ വിശദമായിട്ടുള്ള കാര്യം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊരു 6-7 മിനിറ്റ് കേട്ടു കാര്യങ്ങൾ. എന്നിട്ട് എല്ലാം എഴുതി കൊടുക്കാൻ പറഞ്ഞു. പരാതി കൊടുത്ത് റെസിപ്റ്റ് തന്നിട്ടുണ്ട്. പുള്ളി അന്വേഷിക്കുക, വേണ്ടത് ചെയ്യാന്നുള്ള ഉറപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങി പുറത്ത് വരുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. പനമ്പള്ളി നഗറിലുള്ള പ്രൊഡക്ഷൻ ഓഫീസിൽ വെച്ചിട്ട് ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആളും ഈ പി ശശിയുടെ മകനും ഈ രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ഗൂഢാലോചനൻ്റെ ഭാഗമാണ് എൻ്റെ അറസ്റ്റ്. അവിടെ നിന്നാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ SI ആരൊക്കെയോ ഞാൻ 15 മണിക്കൂറാണ് ഞാൻ കാറിൻ്റെ അകത്ത്.
അപ്പോൾ ഈ ആർക്കൊക്കെയോ SA ഇൻഫർമേഷൻസ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ എത്തി അവിടെ എത്തി എന്നൊക്കെ ഉള്ളത്. അതായത് അവരെ സുപ്പീരിയർസിനല്ല അത് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ അവരുടെ ആ ലാംഗ്വേജ്. ഇത് മറ്റുള്ളവരെ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ അവരാണ് ഈ മീഡിയയും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിൽ ആഴ്ചയിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പം P. ശശിയും അവിടെ എത്താറുണ്ട് എന്നുള്ളതും ഇന്നലെ എനിക്ക് ഇൻഫർമേഷൻ തന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ അടുത്ത് അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് ഓൾറെഡി എൻ്റെ ഞാനിപ്പോൾ ബെയിലാണ്. ബെയിൽ കണ്ടീഷൻസിൽ കേരളം വിട്ട് പോകാൻ പാടില്ല എന്നുണ്ട്. എനിക്ക് കേരളത്തിൽ യാതൊരു ഇതുമില്ല. എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെന്നൈയിലാണ്. ഇപ്പോൾ അത് എഫക്റ്റഡ് ആണ്. എൻ്റെ ഫോൺ അവരെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ഫോറൻസിക്കിന് അയക്കണം. കാരണം ആ ഫോണിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകളുണ്ട്. അത് നശിപ്പിക്കാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ ഉള്ളത് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും എറണാകുളം സൗത്തിൽ സൈൻ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ്. ഞാനൊരു എന്ത് തെറ്റാണ് ചെയ്തത്? ആഴ്ചയിൽ 2 ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈൻ ചെയ്യാനുള്ള മാത്രം അത് കോടതി വെച്ച കണ്ടീഷൻസാണ്. ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഞാനത് അംഗീകരിച്ചു. ഞാനിപ്പോൾ 10 ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. P. ശശിയുടെ മകൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആ പുള്ളിക്കാരൻ്റെ ഒരു ട്രസ്റ്റിലേക്ക് ഈ രാജേഷ് കൃഷ്ണയൊക്കെ കൂടിയിട്ട് ഇവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ 1.5 വർഷം മുമ്പേ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാട് തന്നെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവനെ ഫിലിം പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരിക, ഫിലിം പ്രൊഡക്ഷൻ്റെ മാർക്കറ്റിംഗ്, കണ്ണൂർ ജില്ല ആ ഭാഗങ്ങളിലേക്കുള്ള ഫിലിം ഡിസ്ട്രിബ്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്നെ ഒരു ഭാവനയുടെ ഒരു സിനിമ, ഈ രാജേഷ് കൃഷ്ണ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമൻ്റെ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് അവരെ പേജിൽ തന്നെ കാണാം. അങ്ങനെയുള്ള ബന്ധങ്ങളാണ്. പാർട്ടി സെക്രട്ടറിയുടെ മോൻ്റെ പറഞ്ഞില്ലേ, ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് ഈ 2 കോടി രൂപ വിവാദം എന്ന് പറയുന്നത്. ഞാനടക്കം നിന്നും കൊണ്ട് ഫിലിം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവൻ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ചീഫ് അസോസിയേറ്റ് ആണ് നമ്മുടെ രഞ്ജിത്തിൻ്റെ. അപ്പോൾ ഫിലിം പ്രൊഡക്ഷൻ 2018 ഈ ഫിലിം സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫണ്ട് ഇടപാടെല്ലാം നടക്കുന്നത്. പക്ഷേ ആ സിനിമ നടന്നില്ല. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കാൻ ഇവരുടെ അടുത്ത് കാശില്ല. അപ്പോൾ ആ സമയത്താണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന അവതാരം വരുന്നത്. ഈ സിസ്റ്റത്തിൽ വരുന്നതും രാജേഷ് കൃഷ്ണ ഈ കാശിട്ടിരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരെയും ഭീഷണിപ്പെടുത്തിയും നിങ്ങളൊക്കെ ബിസിനസ് പൂട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്നാണ് ഇഷ്യൂകൾ തുടങ്ങുന്നത് ഓരോന്നോരോന്നായിട്ട്. പുഴു സിനിമയുടെ ജോർജ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഡെപ്പോസിറ്റുകൾ ഡയറക്റ്റ് അതിലേക്ക് വന്നതാണ്. ലോൺ അടച്ചത് 3.5 കോടിൻ്റെ ലോണാണ് 2.25 കോടിക്ക്, 3.25 കോടിൻ്റെ ലോണാണ് 2.25 കോടിക്ക് ഗ്യാരണ്ടി ഉണ്ടായിട്ടും സെറ്റിൽ ചെയ്ത് ഡോക്യുമെൻ്റ് എടുത്ത് കൊണ്ടുപോകുന്നത്. ആ ഡോക്യുമെൻ്റ് എടുത്ത് ആ വർക്ക് നടക്കുന്ന സമയത്താണ് ഈ അതിൻ്റെ മുമ്പെയാണ് ഇപ്പോൾ പുഴുവിലേക്കുള്ള കാശ് വന്നിരിക്കുന്നത്. ഞാൻ കത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ലോൺ ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. നിങ്ങളൊന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കൂ. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത കത്തല്ലേ. എൻ്റെ ലോണ് ഫെഡറൽ ബാങ്കിൽ നിങ്ങൾ റെക്കോർഡ് പരിശോധിക്കാം. പെൻഡ മാർക്കറ്റിംഗ് എന്നുള്ള കമ്പനീൻ്റെ റെക്കോർഡ് എടുത്താൽ 2013 1,75,00,000 സാങ്ഷനായ ലോണ് പിന്നീട് അത് കമ്പനിയുടെ ബിസിനസ് വളർച്ച കണ്ടുകൊണ്ട് 2.5 കോടി വരെ എത്തി. അപ്പോൾ അത് അവിടെ റെക്കോർഡ് ഉണ്ടാവും. എല്ലാം കംപ്ലീറ്റ് റെക്കോർഡുള്ള സംഗതികളാണ്. ഒന്നും ഞങ്ങളൊരു ഊഹത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇനി തുടച്ച് ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന എന്നെ ഒരു വിഷയം പറയാനുള്ളത്, ഈ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം തന്നെ ഈ സാമ്പത്തിക കുറ്റത്തിന് ഇവർ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് FIR-ലുണ്ടെങ്കിലും അവിടുന്ന് ഇവിടെ എത്തുന്നവരെ SI പറയുന്ന കാര്യങ്ങൾ, നീ ആരാണ് ഇത്ര വലിയ ഫേസ്ബുക്കിൽ, ഞാൻ ഇന്നലെ DGPക്ക് കൊടുത്ത പരാതിയിൽ അത് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. നീ എന്തിനാണ് ഇങ്ങനെ നേതാക്കന്മാർക്കൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്? നീ എന്താ പൊളിറ്റീഷ്യൻ ആവാൻ പോവുക? നീ ബിസിനസ്സൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് വരിക? നിനക്കെന്താ MLA സീറ്റ് MP സീറ്റ് അങ്ങനെ എന്തേ ഉദ്ദേശം ഉണ്ടോ? പാർട്ടിയുടെ ഭരണം തകർക്കാനാണോ എൻ്റെ ഉദ്ദേശം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അറസ്റ്റ് ചെയ്തത് വേറൊരു വിഷയത്തിന്, ഇങ്ങെത്തുന്നത് വരെയുള്ള ടോപ്പിക്ക് വേറെ വിഷയം. അപ്പോൾ അതിൽ വ്യക്തതയല്ലേ കാര്യങ്ങൾ എന്താണെന്നുള്ളത്, അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഞാൻ ഇന്നലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ വന്ന മീഡിയക്കാരോടും പറഞ്ഞത്, ഞാൻ പാർട്ടിനെ അധിക്ഷേപിക്കുന്നില്ല. പാർട്ടിയുടെ ചില വ്യക്തികൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ വ്യക്തികൾ, അതിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഒന്നുമല്ല. മാഷ് വ്യക്തിപരമായിട്ട് എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. അപ്പം ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാധ്യമങ്ങൾ അന്ന് എൻ്റെ ആ ഒരു കത്തിയോർച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നാട്ടിൽ വന്നിട്ട് എടുത്ത ബൈറ്റുകൾ ഇപ്പം തന്നെ എൻ്റെ അറസ്റ്റിൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലുകാരൻ ചെയ്തത് എന്താ, ഞാൻ പണം തട്ടിപ്പിന് വേണ്ടി അരുൺകുമാറിൻ്റെ വാർത്തയാണ് എൻ്റെ അടുത്താണ്, വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പണം തട്ടിപ്പിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് എന്നുള്ളത്, വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ്, ഒന്നും അറിയാതെയാണ് പറയുന്നത്. അതേപോലെ അന്നത്തെ വാർത്തകളും ചിലത് ഡയറക്റ്റ് ചെയ്ത് വേറെ റൂട്ടിലേക്ക് മാറുമ്പോൾ എനിക്ക് വക്കീൽ നോട്ടീസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അത് തെറ്റാണ്. പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോലീസിന് റിമാൻഡ് ചെയ്യലല്ല എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തെങ്കിലും കാണിക്കണ്ടേ? ഇപ്പം അങ്ങനെ ഒരു തട്ടിപ്പിലാണെങ്കിൽ ഫർദർ എന്തുകൊണ്ട് അവർ കസ്റ്റഡി പെറ്റീഷൻ ഇട്ടില്ല?
കസ്റ്റഡി പെറ്റീഷൻ ഇടാത്തതുകൊണ്ടല്ല എനിക്ക് ജാമ്യം കിട്ടിയത്. അപ്പോഴത്തേക്ക് അവർക്ക് പ്രഷർ വന്ന് മീഡിയ ഏറ്റെടുത്തു. കസ്റ്റഡി പെറ്റീഷൻ ഇട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് 3-ാമത്തെ ദിവസം ബെയിൽ കിട്ടിയത്. എന്തായാലും വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് പറഞ്ഞത് പ്രകാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള വൻ സംഘം അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.